ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷത്തോടെയും കുറച്ച് പേര് സങ്കടത്തോടെയും ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു തട്ടിക്കോട്ട് മീൻ കറിയാണ്. അതിന് എന്തൊക്കെ ആവശ്യമായ സാധനങ്ങളാണ് വേണ്ടതെന്ന് എൻ്റെ മകൾ പറയും. പറ എന്തൊക്കെയാണ്? ഞാൻ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, തക്കാളി, 2 പച്ചമുളക്. ആവശ്യത്തിനുള്ള പുളി കൂടി വെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി. കറിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചതിന് ശേഷമാണ് ഞാൻ മീൻ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കിന്ന് കിട്ടിയ മീൻ ചെങ്കലവയാണെന്ന് കറി വെക്കാൻ പോകുന്നത്. അടുപ്പ് കത്തിച്ച് ചട്ടി ചൂടാക്കാനായിട്ട് വെക്കാം. ചട്ടി നല്ല രീതിക്ക് ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നല്ല രീതിക്ക് ചൂടായതിനു ശേഷം അതിലേക്ക് കടുകിടാം. കടുകിടുന്ന ക്ലിപ്പ്. കടുകെല്ലാം നല്ല രീതിക്ക് പൊട്ടിയതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. കടുക് പൊട്ടാതെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ കടുക് കഴിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. കടുകെല്ലാം നല്ല രീതിക്ക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്യാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 പച്ചമുളകും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം. ഇത് ജസ്റ്റ് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് നല്ല രീതിക്ക് വഴറ്റിയെടുക്കാം. കൊച്ചുള്ളി ബ്രൗൺ നിറമാകുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടി ആഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ തീ ഒന്ന് കുറച്ച് വെക്കണം. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പൊടിയെല്ലാം നല്ല രീതിക്ക് മൂത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയുടെ ആവശ്യമൊന്നുമില്ല, എങ്കിലും ഇച്ചിരി പുളി കൂടി ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് 2 തക്കാളി ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. തക്കാളി നന്നായി വാടിയതിന് ശേഷം നമുക്കതിലേക്ക് പുളിവെള്ളം ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള പുളിവെള്ളം ആഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നല്ല രീതിക്ക് വെട്ടി തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് മീൻ ആഡ് ചെയ്യാം. വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ആഡ് ചെയ്യാം. ചെങ്കലവ മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ല രീതിക്ക് വെട്ടി തിളയ്ക്കുന്നതുകൊണ്ട് നമുക്കിതിലേക്ക് മീൻ ആഡ് ചെയ്യാം. നല്ല രീതിക്ക് തിളച്ച് പറ്റിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി മീൻ കറിയാണ് ഇവിടെ റെഡി ആയിരിക്കുന്നതെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. എൻ്റെ തട്ടിക്കൂട്ട് മീൻ കറിയാണിത്. ഇതൊരു ഫ്ലോപ്പായ മീൻ കറി കൂടിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. സീ യു സൂൺ.